രാത്രിയിൽ ഫോൺ നോക്കിയിരുന്ന് ഉറങ്ങാതിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി വൈകി 2 മണിക്കോ 3 മണിക്കൊക്കെയോ ആയിരിക്കും പലരും ഉറങ്ങുന്നത്. രാത്രിയിൽ വൈകി ഉറങ്ങുന്നതിന്റെ പാർശ്വഫലങ്ങൾ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ കൂടുതൽ സ്വാധീനിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പാർശ്വഫലങ്ങൾ എന്തെന്നറിയണോ? തിരശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്നത് എന്തെന്ന് നോക്കാം. നമ്മുടെ ശരീരം പിന്തുടരുന്ന സ്വാഭാവിക താളമാണ് സർക്കാഡിയൻ ക്ലോക്ക്. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും ക്ഷീണം അനുഭവപ്പെടുമ്പോഴും ഈ ആന്തരിക സംവിധാനമാണ് അവയെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ വൈകിയും ഉണർന്നു വരുമ്പോൾ ഈ താളം അസ്വസ്ഥമാകുന്നു. ഇത് ഉറങ്ങാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാലക്രമേണ ഇത് ഉറക്കമില്ലായ്മയും മറ്റ് സ്ഥിരമായ ഉറക്കത്തകരാറുകളും ഉണ്ടാക്കാം. ഒരു വസ്തുത എന്തെന്നാൽ മിക്ക ആളുകൾക്കും ഉറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി 10 മുതൽ രാവിലെ 6 വരെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ വളരെ വ്യതിചലിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക താളം അസ്വസ്ഥമായേക്കാം. നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന പ്രധാന വേരിയബിളുകളിൽ ഒന്നാണ് ഉറക്കം. ഉറക്കത്തിന് അത്യാവശ്യമായ മെലറ്റോണിൻ, സ്ട്രെസ് ഹോർമോൺ, കോർട്ടിസോൾ, വളർച്ചയെയും പുനരുൽപാദനത്തെയും നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ എന്നിവയെ പോലും വൈകി ഉണർന്നിരിക്കുന്നത് ബാധിച്ചേക്കാം. ഈ അസന്തുലിതാവസ്ഥയുടെ ഫലമായി നിങ്ങളുടെ പൊതുവായ ആരോഗ്യം ഗണ്യമായി തകർന്നേക്കാം. കൂടാതെ വൈകി ഉറങ്ങുന്നത് മാനസികമായും ക്ഷീണമുണ്ടാക്കും. വർദ്ധിച്ച സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ ഉറക്കത്തിന്റെ ഗുണനിലവാരക്കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറക്കക്കുറവ് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ കഴിവ് കുറയ്ക്കുന്നു. ഇത് ദൈനംദിന ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതൊടുവിൽ ഒരു ദുഷിച്ച ചക്രത്തിലേക്ക് നയിച്ചേക്കാം. അവിടെ സമ്മർദ്ദം നിങ്ങളെ രാത്രിയിൽ ഉറക്കമില്ലാതെ നിലനിർത്തുകയും ഉറക്കക്കുറവ് നിങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കൃത്യമായ ഉറക്കം അനിവാര്യമാണ്. രാത്രിയിൽ ഉറങ്ങാതെ ഫോണിൽ റീൽസ് നോക്കിയും ഗെയിം കളിച്ചും സിനിമ കണ്ടുമൊക്കെ ഇരിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ട്രൂവിഷൻ ന്യൂസിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ.